കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. അങ്ങനെ പറയുന്നതിന് പലതുണ്ട് കാരണങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുറച്ചു നാളുകൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2016-ൽ 3 മുന്നണികളിൽ നിന്നും അവിടെ മത്സരിച്ചത് സിനിമാ ബന്ധമുള്ള സ്ഥാനാർത്ഥികളായിരുന്നു. കോൺഗ്രസിൽ നിന്ന് നടൻ ജഗദീഷും LDF-ൽ നിന്ന് നടൻ കൂടിയായ ഗണേഷ് കുമാറും BJP-യിൽ നിന്ന് ഭീമൻ രഘുവുമായിരുന്നു അന്ന് ഏറ്റുമുട്ടിയിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അന്തിമ വിജയം നിലവിൽ പത്തനാപുരത്തിന്റെ MLA-യും മന്ത്രിയുമായ ഗണേഷ് കുമാറിനായിരുന്നു. വരുന്ന തെരഞ്ഞെടുപ്പിലും പത്തനാപുരം ഏറെ ശ്രദ്ധ ലഭിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നു തന്നെയാകും. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 7 സംസ്ഥാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. പത്തനാപുരം താലൂക്കിലെ പത്തനാപുരം, പട്ടാഴി, വടക്കേക്കര, പിറവന്തൂർ, തലവൂർ, വിളക്കൂടി എന്നീ പഞ്ചായത്തുകളും കൊട്ടാരക്കര താലൂക്കിലെ മേലില, വെട്ടിക്കവല എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് പത്തനാപുരം നിയമസഭാ മണ്ഡലം. 2021-ലെ കണക്കുകൾ പ്രകാരം 1,89,837 വോട്ടർമാരാണ് പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. 2016-ലേത് നടന്മാർ തമ്മിലുള്ള ഗ്ലാമർ പോരാട്ടമായിരുന്നുവെങ്കിൽ 2021-ൽ കാര്യങ്ങൾ അങ്ങനെയായിരുന്നില്ല. ജ്യോതികുമാർ ചാമക്കാലയെ മുൻനിർത്തി കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന് തന്നെയായിരുന്നു UDF മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ആ പോരാട്ടത്തിൽ UDF-ന് വീഴേണ്ടി വന്നു. ഗണേഷ് കുമാറിന്റെ ജനകീയതയ്ക്ക് മുൻപിൽ കഴിയുന്നത്ര രാഷ്ട്രീയം സംസാരിച്ചിട്ടും UDF-ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. 1957 മുതൽ 2011 വരെ നടന്ന ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ ആദ്യകാലങ്ങളിൽ കൃത്യമായ ഇടതുപക്ഷ ചായ്വ് കാണിച്ച മണ്ഡലമാണ്. എന്നാൽ 2001 മുതൽ കേരള കോൺഗ്രസ് പിടിച്ചെടുത്തു. 14 തവണ നടന്ന തെരഞ്ഞെടുപ്പിൽ 9 തവണ CPI സ്ഥാനാർത്ഥികൾ വിജയിച്ചപ്പോൾ 2006-ൽ കേരള കോൺഗ്രസ് ഗണേഷ് കുമാറിനെ ഇറക്കി മണ്ഡലം പിടിച്ചെടുത്തു. പിന്നീട് നടന്ന 3 തെരഞ്ഞെടുപ്പിലും ഗണേഷ് കുമാർ തന്നെ ഇവിടെ നിന്നും വിജയിച്ചു. പത്തനാപുരത്ത് നിന്ന് 2001-ൽ CPI നേതാവ് പ്രകാശ് ബാബുവിനെ പരാജയപ്പെടുത്തിയായിരുന്നു ഗണേശന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള എൻട്രി. AK ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു. 2003-ൽ പിതാവായ R ബാലകൃഷ്ണ പിള്ളയ്ക്ക് മന്ത്രി പദവിയിലേക്ക് വഴിയൊരുക്കാനായി ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഒഴിയുകയായിരുന്നു. എന്നാൽ പിന്നീട് കേരള കോൺഗ്രസ് UDF ബന്ധം വിട്ട് ഇടതുപക്ഷവുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നു. നിലവിലും ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി തന്നെയാണ്. എന്നാൽ UDF മന്ത്രിസഭയിലല്ല, മറിച്ച് ഇടതു മന്ത്രിസഭയിൽ ആണെന്നതാണ് ശ്രദ്ധേയം. ഒരിക്കൽ ഗതാഗത മന്ത്രിയായി UDF മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നയാൾ അതേ മന്ത്രി പദവിയിൽ മറ്റൊരു മുന്നണിയുടെ ഭരണകാലത്തും ഉണ്ടാവുക എന്നത് ചെറിയ കാര്യമല്ല. തുടക്കത്തിലെ പറഞ്ഞതുപോലെ 2016-ലെ തെരഞ്ഞെടുപ്പായിരുന്നു എല്ലാവരും ഉറ്റുനോക്കുന്ന മണ്ഡലമാക്കിയത്. അന്ന് കോൺഗ്രസ് നേതാവും നടനുമായ ജഗദീഷ് 52.39% വോട്ടുകൾക്ക് തോറ്റു. ഗണേഷ് കുമാറിന് മികച്ച എതിരാളിയായി ജഗദീഷിനെ കരുതിയിരുന്നുവെങ്കിലും അതിൽ കാര്യമില്ലെന്ന് വോട്ടെണ്ണൽ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ജഗദീഷ് തെളിയിച്ചിരുന്നു. മുമ്പ് 20,402 ഗണേഷ് കുമാറിന്റെ ഭൂരിപക്ഷം 2016-ൽ 24,562 ഉയർന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജ്യോതികുമാർ ചാമക്കാലയോട് 14,336 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഗണേഷ് കുമാറിന്റെ വിജയം. അതായത് 2016-നെ വെച്ച് നോക്കുമ്പോൾ ഭൂരിപക്ഷം ഗണ്യമായി കുറയ്ക്കുവാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF ആണ് മണ്ഡലത്തിൽ ലീഡ് ചെയ്തിരുന്നത്. കൊടിക്കുന്നിൽ സുരേഷിന് വലിയ പിന്തുണ നൽകിയ മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനാപുരം. അതേസമയം ഒട്ടേറെ രാഷ്ട്രീയ വിവാദങ്ങളിലും ചെന്നുപെട്ട ആളാണ് ഗണേഷ് കുമാർ. മുൻമന്ത്രി ഗണേഷ് കുമാറിന് പരസ്ത്രീ ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയത് ചീഫ് വിപ്പ് PC ജോർജ് ആണ്. പറഞ്ഞത് PC ജോർജ് ആയതുകൊണ്ട് കേസായില്ലെങ്കിലും ഗണേഷിന്റെ മന്ത്രിസ്ഥാനം വരെ തെറിപ്പിച്ചു കളഞ്ഞു ഈ അവിഹിത കഥ. പിന്നീട് സോളാർ കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ആരോപണങ്ങളുടെ നിഴലിൽ പെട്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കൊലക്കേസ് പ്രതിക്ക് അനധികൃത ജയിൽ മോചനത്തിന് വഴിയൊരുക്കി എന്ന പഴിയും അദ്ദേഹത്തിന് മേലുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കാര്യമായ ജനകീയ അടിത്തറയും ഗണേഷ് കുമാർ എന്ന MLA-ക്കുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരത്ത് ഇടതുപക്ഷത്തു നിന്ന് ഗണേഷ് കുമാർ തന്നെ മത്സരിക്കും എന്നതിൽ സംശയമില്ല. കോൺഗ്രസും ജ്യോതികുമാർ ചാമക്കാലയെ വിട്ട് മറ്റൊരാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമെന്ന് തോന്നുന്നില്ല. BJP ആകട്ടെ സർപ്രൈസ് സ്ഥാനാർത്ഥിയാകും അവതരിപ്പിക്കുക. ആ സർപ്രൈസ് സ്ഥാനാർത്ഥി മുൻ കരസേനാംഗവും ചലച്ചിത്ര താരവുമായ മേജർ രവി ആണെന്ന് അറിയുന്നു.
കുരുക്ഷേത്ര, കീർത്തിചക്ര, കർമ്മയോധ, കാണ്ഡഹാർ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് മേജർ രവി. നിലവിൽ അദ്ദേഹം BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ്. മേജർ രവി 2023 ഡിസംബറിലാണ് BJPയിൽ അംഗത്വമെടുത്തത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അദ്ദേഹത്തെ വിവിധ മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥിയായി പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. സമീപകാലത്ത് എമ്പുരാൻ ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മേജർ രവി ശ്രദ്ധാകേന്ദ്രമായിരുന്നു. പണ്ടൊരിക്കൽ ഭീമൻ രഘുവിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ BJPക്ക് അത് നഷ്ടമായിരുന്നു. എന്നാൽ മേജർ രവിയിലൂടെ മണ്ഡലത്തിൽ വിജയിക്കുവാൻ കഴിയുമെന്ന് BJP നേതൃത്വം കണക്കുകൂട്ടുന്നു. പത്തനാപുരത്തിന് പുറമെ തൊട്ടടുത്ത മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുമെന്ന് BJP ക്യാമ്പ് വിശ്വസിക്കുന്നു.